പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ കാഴ്ച എന്താണെന്ന് മനസ്സിലായ? ഇതാണ് നമ്മളെ പൈപ്പ് ഇടില്ലേ, 100% മേലിൽ നിന്ന് വെള്ളമൊക്കെ പോകാൻ. ഇപ്പോൾ പൈപ്പിന് വേണ്ടി ഒരു ഹോൾ അടിക്കുന്ന കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് മന്നലാവുന്നാണ് ഉള്ളത്. ഇപ്പം മന്നലാവുന്നുള്ള വീഡിയോസ് കേട്ടോ. അത് തന്നെ ഇവിടെ നിന്നുകൊണ്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് ഓളായിട്ട് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരും. സർവീസ് റോഡ് കണ്ടില്ല, താഴത്ത് വരുന്നു. ഇങ്ങോട്ട് തുള വരും കേട്ടോ. ഇപ്പോൾ ഞാൻ ഉള്ളത് മന്നലാവുന്ന കേട്ടോ. മന്നലാവുന്നത്ത് അതിഗംഭീരമായ വർക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് മുന്നേ കഴിഞ്ഞിട്ടതാണ്, പുതിയ വർക്കല്ല കേട്ടോ. പക്ഷേ ഇതിവിടെ വണ്ടികൾ കുറച്ച് കാലം വിട്ടായിരുന്നു. ഇപ്പോൾ വണ്ടികളൊന്നും വിടുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ മന്നലാവുന്ന അണ്ടർപാസിൻ്റെ വർക്ക് കുറച്ച് കഴിയാണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ഈ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ. ഈ ഇവിടെ മുന്നിൽ ബാക്കിലും വീട് നിൽക്കുക. അതിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ ഈ വീടുകൾ നിൽക്കുന്നത്. അതായത് പഴയ ഹൈവേയിൽ ഒരു സൈഡ് വരും, വീടിൻ്റെ ഇപ്പുറത്ത് പുതിയ സൈഡ് ഒരു സൈഡ്. അത് ഫ്രണ്ടും ബാക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചിലർ അപ്പുറത്തേക്ക് ഫ്രണ്ടാക്കിയിട്ടുണ്ട്, ചിലർ ഇപ്പുറത്തേക്ക് ഫ്രണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പുതിയ ഹൈവേ കൂടെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം. പഴയ ഹൈവേയും കാണാം വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. കണ്ടില്ല, ഇതാണ് മന്നലാവുന്ന്. ഇവിടെ എന്താ കാര്യമായിട്ട് വർക്ക് കഴിഞ്ഞാൽ പെയിൻറ്റിങ് കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ വർക്ക് നടക്കാറുള്ളത്. അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികൾ വിട്ടു കൊടുക്കും കേട്ടോ. മന്നലാവുന്നത്ത് നേരെ പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ സർവീസ് റോട്ടിലേക്ക് ഇറങ്ങി. സർവീസ് റോഡ് ഇതാ കുഴപ്പമില്ല, എന്നാലും ഇനി വർക്കുകൾ ബാക്കിയുണ്ട് കേട്ടോ. സർവീസ് റോട്ടിലൊക്കെ കാനഡ അവിടെയൊക്കെ കാനൊക്കെ പൊളിഞ്ഞെടുക്കുന്ന കാണാണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചകൾ കണ്ടു നോക്ക്. ഒരു കോണി കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഇതിനായിട്ട് ഉണ്ടാക്കിയ കോണിയാണ്. എത്ര അപകടങ്ങൾ ഉണ്ടായാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. നോക്കിയേ, കറക്റ്റായി ഉണ്ടാക്കി വെച്ചാൽ റോഡ് മുറിഞ്ഞ് കിടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അപകടങ്ങളൊക്കെ വരുമ്പോഴാവുക, പിന്നീട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. മഴ കുത്തി പെയ്യുന്ന കാടുകൾ തഴച്ചു വളരുന്ന പൂമ്പാറ്റകളുടെ പാതയോ ചെറുപ്പത്താറ് കേരളത്തിന്റെ പുതുചരിത്രം പിന്നെയും ഒരു കാഴ്ച. ഈ വൈക്കൊന്നും നല്ലൊരു പമ്പില്ല കേട്ടോ. അപ്പോൾ ഇതാ പുതിയൊരു പമ്പ് വന്നിട്ടുണ്ട്. ചെറിയ പമ്പാണെങ്കിൽ പോലും നല്ല മനോഹരമായി നല്ല വൃത്തിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. കണ്ടില്ലേ, മന്നലാവുന്നത്താണ്. പൊന്നിന്റെ വെളിച്ചം പച്ച തൊട്ടു ചേരുന്ന സുന്ദരിയം പാതകൾ പാട്ടും പാടുന്നു. ചെറുപ്പത്താറ് കേരളത്തിന്റെ പുതുചരിത്രം പിന്നെയും ഒരു കാഴ്ച. ചെറുപ്പത്താറ് കേരളത്തിന്റെ പുതുചരിത്രം പിന്നെയും ഒരു കാഴ്ച. കുറവില്ല സുന്ദരിയം ഇവിടെ, കടലും മലകളും ചേരുന്നിടം. ഈ പാത എന്റെ നാട്ടിൻ പൂരം. ചെറുപ്പത്താറ് കേരളത്തിന്റെ പുതുചരിത്രം പിന്നെയും ഒരു കാഴ്ച. ചെറുപ്പത്താറ് കേരളത്തിന്റെ പുതുചരിത്രം പിന്നെ. മന്നലാവുന്ന് കഴിഞ്ഞ ഉടനുള്ളൊരു കാഴ്ച അണ്ടർപാസ് കേട്ടോ. അതിൻ്റെ വർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ശതമാനം മാത്രം ബാക്കിയുള്ളൂ. അതോടും കഴിഞ്ഞാൽ ഈ ബൈക്കൊക്കെ സുഖസുന്ദരമായിട്ട് വണ്ടികൾ ഇങ്ങനെ മേലക്കോടെ ഇങ്ങനെ പോകാൻ. ഇത് കഴിഞ്ഞുള്ള ഒറ്റേനിയിലത്തെ വർക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ. ആ കാഴ്ച കാണിച്ചു തരാം.
ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അടുത്ത വീഡിയോസ് അതിമനോഹരമായി എടക്കയ്യൂർ വരെയുള്ള ഒരു കാഴ്ച തന്നെ ആവും കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കണം ആ ഭാഗത്തൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോസിലിപ്പോൾ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് വലിയ വീഡിയോസ് ആവും. മന്നിലാവുന്ന് കഴിഞ്ഞിട്ട് കിട്ടുന്ന അണ്ടർപാസിൻ്റെ മേലിട്ടാക്കുന്നത് ഒറ്റേനീൻ്റെ എത്തണേക്കാൾ മുന്നേ ഉള്ള ഒരു അണ്ടർപാസ്സാണിത്. മന്നിലാവുന്ന് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, കംപ്ലീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഒരു തരി വർക്ക് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആക്കും കേട്ടോ.